റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ യുക്രൈൻ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ. വെള്ളിയാഴ്ച പുടിൻ ട്രംപ് കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കിയത്. യൂറോപ്യൻ കമ്മീഷനും ഇറ്റലി, ഫ്രാൻസ്, ബ്രിട്ടൻ, പോളണ്ട്, ജർമ്മനി, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളും സംയുക്തമായി നടത്തിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും ഐസൺ ജോസ് നൽകും. ഐസൺ, പറയൂ. ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരു നിലപാട് വളരെ കൃത്യമായി യുക്രൈൻ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഏറെ പ്രാധാന്യത്തോടെ പുറത്തു വന്നൊരു വാർത്ത. അതായത് ട്രംപിന്റെ ട്വീറ്റ് തന്നെ പുറത്തു വന്നത്, ദി ട്രൂത്തിലെ അദ്ദേഹത്തിന്റെ മറുപടി തന്നെ പുറത്തു വന്നത്. ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത് ഈ റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഈ ഓഗസ്റ്റ് 15 നടക്കുമെന്നായിരുന്നു. അത്തരത്തിലൊരു അനൗൺസ്മെന്റ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് കൃത്യമായ നിലപാടുമായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പോളണ്ട്, ഇറ്റലി, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകം നിലപാടുകളുമായി ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് യുക്രൈന്റെ പ്രതിനിധി ഇല്ലാതെ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് തയ്യാറാകേണ്ടതില്ല എന്ന നിലപാട് യുക്രൈനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ട രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, വോളോഡിമിർ സെലൻസ്കി, അതായത് യുക്രൈൻ പ്രസിഡന്റ്, പറഞ്ഞത് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ, അമേരിക്കയുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളുമായി ചർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ, യുക്രൈനെ ഉൾപ്പെടുത്താതെ ചർച്ച നടത്തുകയാണെങ്കിൽ ആ ചർച്ചകൾ ഡെഡ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഡെഡ് ഡിസിഷൻ എന്ന ഒരു പരാമർശമാണ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി നടത്തിയത്. ആ പരാമർശത്തെ ഒന്നുകൂടി അടിവരയിടുന്ന നിലപാടാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും യൂറോപ്യൻ യൂണിയൻ അംഗമല്ലാത്ത രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, അമേരിക്ക നൽകുന്ന ആയുധങ്ങളുടെ ചെലവ് വഹിക്കുന്നത് ബ്രിട്ടനും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെയാണ്. അത്തരത്തിലുള്ള യുക്രൈനെ പല രീതിയിൽ പിന്തുണയ്ക്കാനുള്ള തീരുമാനം ശക്തമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൃത്യമായ നിലപാട് യുക്രൈന്റെ പ്രതിനിധി കൂടി ഉൾപ്പെടുത്തി വേണം യുദ്ധാനന്തരം അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ നടത്തേണ്ടത് എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചയിൽ യുക്രൈൻ്റെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണം എന്നാണിപ്പോൾ യൂറോപ്യൻ യൂണിയനും യൂറോപ്പിലെ വിവിധ പ്രബല രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വരുന്ന വെള്ളിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ പ്രതിനിധിയെ കൂടി സമാധാന ചർച്ചയിൽ ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത പ്രസ്താവന നടത്തിയത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഐസൺ ജോസ്.